ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് വെസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. അത് ഔട്ട്ഡോർ വാക്കിംഗ് സ്പേസാണ്. അവിടെ ചൂടധികം ഉണ്ടാവില്ല, AC ഉണ്ട്. അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നു. കുറേ ആഴ്ചയായി പറയുന്നു പോകണം എന്ന്, പക്ഷെ നടക്കാറേ ഇല്ല. ചൂടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം ഞങ്ങൾ പോകുമ്പം എല്ലാവരും കുത്തി തിരുകി ഒരു കാറിലാണ് പോവുക. അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് കുറേ ചളിയൊക്കെ അടിച്ച് അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ പേര് ഫോട്ടോസും സെൽഫീസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഫുൾ ലക്ഷറി ഷോപ്സും കഫേസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. വീഡിയോസൊക്കെ എടുക്കുമ്പം ഇവർ കയറിയിട്ട് ഹായ് ബൈ ടാറ്റൊക്കെ തരാണ്ട് എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. വലിയ ചൂടൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം നോക്കുമ്പം കാണാം ഡ്രോയിങ് ചെയ്യുന്ന ആളും ആർട്ടൊക്കെ ചെയ്യുന്ന ആളൊക്കെ കുറേ ആൾക്കാർ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മുടെ വർക്കും ലൈഫും ഒക്കെ ബിസിയായി നിൽക്കുമ്പം നമ്മൾ വീക്കെൻഡ്സൊക്കെ വരുമ്പം ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വന്ന് ഒരു കഫേയിലിരുന്ന് ഒരു കോഫി കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുക. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പം നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. ഇവിടെ വന്ന ആൾക്കാരിൽ മിക്ക ആൾക്കാരും അങ്ങനത്തെ ആൾക്കാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ ചൂട് സമയത്ത് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാർ കൂടുതൽ തന്നെയാണ്. ഇത് കണ്ടോ നിങ്ങൾ? നല്ല രസമല്ലേ ഇത് കാണാൻ? ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്ത് രസമാണെന്ന് അറിയാം. ശരിക്കും ഒരു അക്വേറിയം പോലെ തന്നെ ഉണ്ട്. ഇതെന്തോ LED ലൈറ്റ് സെറ്റപ്പാണ്. ഇത് ആക്ച്വലി അൽവാബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. അൽവാബാണ് ഇതിൻ്റെ നെയ്ബർഹുഡായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഉള്ള റെസിഡൻസിനും ബിസിനസ് പീപ്പിളിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇത്. പിന്നെ നമ്മളെപ്പോലത്തെ ടൂറിസ്റ്റ് ആൾക്കാർക്കും വരാൻ അടിപൊളിയായുള്ള സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർക്ക് വേണ്ട നീഡ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം കുട്ടികൾക്ക് കളിക്കേണ്ടതാണെങ്കിലും പിന്നെ ഷോപ്പിംഗ് മോളാണെങ്കിലും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈസിലി ആക്സസിബിൾ ആണ് ഈ അൽവാബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക്. ആക്ച്വലി പറഞ്ഞ ഒരു മോഡേൺ ലിവിങ്ങിൻ്റെ നീഡ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ആ കഫേൻ്റെ ബ്യൂട്ടിയും ഇതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നടന്നു പോകുമായിരുന്നു. നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര ആൾക്കൂട്ടം. അപ്പോൾ എന്താണെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ. അങ്ങനെ എല്ലാവരും ഓടിപ്പിടിച്ച് അവിടെ എത്തി. നോക്കുമ്പം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫുൾ അറബിയിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറേ കുട്ടികളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പം കുട്ടികൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യമാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. എനിക്ക് എന്നിട്ട് മനസ്സിലായില്ല എന്താ സംഭവമെന്ന്. അപ്പം കുറേ നേരം വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ആലോചിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്ത് എന്താ സംഭവം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ثاني أكسيد الكربون لكن شلون؟ غاز ثاني أكسيد الكربون إذا تم تجميعه وتجميده راح يتحول into the same state. So, what do you think? That's is it possible? Okay. Yeah. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം കാണാം ആ ചേച്ചി എല്ലാവർക്കും വന്ന് കൈ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ ഡിഗ്രി സെൽഷ്യസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, -96 എന്നൊക്കെ. അപ്പം ഞാനും തൊട്ടോക്കി നോക്കാൻ തണുപ്പുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇത് ഡ്രൈ ഐസിനെ പറ്റിയാണ് ഈ ചേച്ചി ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഡ്രൈ ഐസ് ഇവരുണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അതിന്റെ കെമിക്കൽസ് ഇവിടെ അവർ മിക്സ് ചെയ്തുണ്ടാക്കുന്നു. ഹോമിയോ ഡോക്ടറല്ലേ ഇതൊക്കെ അറിയാതിരിക്കുന്നേ?
അങ്ങനെ അശ്വിനിൻ്റെ കുറേ തള്ളൊക്കെ കേട്ട് ഡ്രൈ ഐസിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ അതിലേ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ചൂടൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, വലിയ തെരണ്ടി. വേറെ എന്താ ഇതിനെ പറയാമെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ സ്റ്റിംഗ്റേ എന്നാണ് പറയുക ഈ മീൻ. എന്ത് രസത്തിലാ അവരിതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് മെയിൻ്റനൻസ് അല്ലേ. അങ്ങനെ നമ്മൾ അതിൽ പിന്നെയും ബാക്കി എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടി നടക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വിനയ് മുന്നിൽ എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വന്ന് ഇടയ്ക്ക് കോമാളിത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ ചളികള് സ്റ്റാഫിന് കിട്ടുന്ന കോപ്പിയാണ്. മിനിസ്ട്രി ഓഫ് ഓടി വരുന്നത് ഇപ്പൊ ഇവളെന്താ പറഞ്ഞു. അങ്ങനെ അശ്വിനിയും വിനയൊക്കെ കൂടെ എന്തൊക്കെയോ ചളി വാരി എറിയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ഒരു സൈഡിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സൈഡ് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് റിട്ടേൺ പോവാം. ആ LED ലൈറ്റ് ഉണ്ട് നിങ്ങൾ, എന്ത് രസമല്ലേ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓരോന്നും ഇങ്ങനെ അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്ലോറിലുള്ള ഈ സാധനത്തിൽ നിന്നാണ് ഈ തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലായിടത്തും ഫ്ലോറിൽ ഇങ്ങനെ ഉണ്ട്. ഇതിപ്പം വലുതാണ്, അതിൻ്റെ ചെറിയ ബോക്സ് ആയിട്ട് ഇങ്ങനെ ഫ്ലോറിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് നടക്കാനും സുഖം. അതാണ് എയർ കണ്ടീഷനിങ്. അതിൽ നിന്നാണ് AC ഇങ്ങനെ തണുപ്പ് കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. LED ലൈറ്റ്സും ഇമേജസൊക്കെ പിന്നെയും മാറി. ഇപ്പം വേസ്റ്റ് വാക്ക് എന്നൊക്കെ നമുക്ക് എഴുതി കാണിക്കുന്ന ഒരു ബോർഡ് പോലെയൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. എന്നെ അടുത്തൊന്ന് മാറി നടക്കും. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, ഞാൻ ഒറ്റ വീഡിയോയിലും ഇല്ല എന്നുള്ളത്. ഞാനെന്താണെന്ന് വെച്ചാൽ ബാക്ക് ക്യാം വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് എൻ്റെ മുഖം നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെൽഫി ക്യാമാക്കി മാറ്റി. വ്ളോഗിങ് ഒക്കെ പുതിയ കാര്യമായതുകൊണ്ട് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാൻ വിട്ടോന്ന്. അപ്പോഴാണ് പ്രഭി പറഞ്ഞത് നിന്നെ ഈ വീഡിയോയിലില്ല, നീ ഇല്ല എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാനും ഇല്ലല്ലോ, അപ്പം ഞാൻ കുറച്ച് സെൽഫി ക്യാമാക്കി വീഡിയോ എടുക്കാം. പ്രഭി കുറേ ദിവസമായി ഒരു ഷൂ വേണം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഷൂവിൻ്റെ ഷോപ്പ് കണ്ടു. ഷൂ അല്ല, സ്പോർട്സിൻ്റെ ഒരു കോർണറാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ആ സ്പോർട്സ് കോർണറിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത്രയും ചൂട് പുറത്തുണ്ടെന്ന്. നല്ല ചൂടുണ്ട്, അതിലുള്ളതുകൊണ്ട് നമുക്ക് ചൂട് എത്ര മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ സ്പോർട്സ് കോർണറിൻ്റെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ബോൾ, ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ഷൂസ്, ബൂട്ട്സ്, ബാറ്റ്, അങ്ങനെ എല്ലാ സാധനം. എല്ലാവരും ഇതിലേ പോയിട്ട് എല്ലാം നോക്കണം. പിന്നെ ആൺപിള്ളേർക്ക് എനിക്കൊന്നും വലിയ ഇതിനകത്ത് ക്രേസ് ഇല്ല. ബോയ്സിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഓരോ ഷൂവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയും അതിൻ്റെ റേറ്റൊക്കെ നോക്കി കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജിമ്മിൻ്റെ സാധനങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഷൂസൊന്നും വാങ്ങിയില്ല, ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി വെസ്റ്റ് ബാഗിലേക്ക് തന്നെ പോയി. ഇനി തിരിച്ച് നമുക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. നോക്കുമ്പോൾ മനസ്സിലായി, ആ LED സംഭവമായിരുന്നു നമ്മളെ സിഗ്നേച്ചർ ബോർഡ്. എന്ത് രൂപയാണോ
നമ്മളെ കൂട്ടത്തിൽ ആരും അതിന് പോകാൻ മാത്രം അത്ര ചെറിയവരില്ല. ഈ സാധനമാണ് തണുപ്പ് വരുന്ന സാധനം. ഇത്തിരി ഒരു ഏരിയ കൂളാക്കണമെങ്കിൽ വീഡിയോയിൽ വരട്ടെ. നിധി പറഞ്ഞ സാധനം എത്ര കൂടി ഉണ്ടാക്കല്ലേ. ഇതുണ്ട് അശ്വിനിന്റെ മുടി വറുക്കുന്നത്. എന്നാ ഓ മുടി പറഞ്ഞത് അത് ഷോക്ക് അടിച്ചോ മറ്റേ അല്ല സുനിത വില്യംസ് മറ്റേ സ്പേസ് പോയി സുനിത വില്യംസ് നടക്കുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. സുനിത വില്യംസ് അത് കുറച്ച് കൂടി ഉപമയായി അത് പോയി. എടാ ആ മുടി പോലെ ഉണ്ട് സുനിത വില്യംസ് ആയിട്ട് ഉപയോഗിക്കൂലേ ഞാൻ പണ്ട് മുടി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകാനുള്ള തത്രപ്പാട്ടിലായിരുന്നു. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഫ്രണ്ട്സ്? നമ്മൾ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വേഗം വന്നിട്ട് ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കും. സെൽഫി വീഡിയോ എന്തെടുത്താലും നമ്മൾ ആ ക്യാമറയിൽ വന്ന് നിൽക്കും. അപ്പോൾ എല്ലാവരും ടാറ്റ പറയുക വീഡിയോയിൽ നോക്കിയിട്ട്, ഇത് വീഡിയോയിലൊക്കെ വരുമല്ലോ എന്ന് ഓർത്തിട്ട്. നീയല്ലേ വേണ്ടേ? നീങ്ങുന്നില്ല അയ്യോ, ചക്കായ. ഇത് വർക്ക് ചെയ്യുന്നില്ലേ? ബേസ്മെന്റ് ബിയാ? ആ ബിയ. എവിടെയും പോയില്ല അപ്പൊ പി എന്ന് പറയുമ്പോ പിന്നെ അല്ല ഇതിന് താഴെ തന്നെയാണ്. സൗണ്ട് പുറത്തുണ്ടോ നിങ്ങൾ വേറെ എന്തെല്ലാം പിടിച്ചിരിക്കണോ ഞാൻ ബിയ കേട്ടി പാർക്കിംഗ് ബിയ വിചാരിച്ചു. പി എന്തായിരുന്നു അപ്പൊ? പി വേറെന്തോ? അപ്പൊ ബിയോ കാറുകൾ കാറുകൾ അങ്ങനെ വന്നോ നോക്കിയത് എടേ അപ്പോൾ നമ്മൾ വെസ്റ്റ് വാക്കിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എല്ലാവരും നല്ലോണം വിശന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്താ കഴിക്കേണ്ടതെന്നുള്ള ഡിസ്കഷനില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചളിയടിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവശ്യ നിലയിലാണ് ഉള്ളത്. ആർക്കും ഒന്നിനും വയ്യ. വേഗം ഫുഡ് കിട്ടിയാൽ മതി. ഫുഡാണെങ്കിൽ 25 മിനിറ്റ് എടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഫുഡ് വരുന്നവരെ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡ് വന്നപ്പം ഞങ്ങൾ ഒരു വീഡിയോ ഒരു ഫോട്ടോ എടുത്തില്ല. ഫുഡിൻ്റെ മാത്രം ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ കഴിച്ച ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഷിനുവേച്ചി വന്നു. വിനയുടെ ചേച്ചിയാണ് ഈ ഷിനുവേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഷിനുവേച്ചി വന്നു. അപ്പോൾ അവരും ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.